നമസ്കാരം. ദക്ഷിണേന്ത്യൻ സിനിമയിൽ ഏറ്റവും പ്രതിഫലം പറ്റുന്ന താരറാണി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ തിരുവല്ലക്കാരി നയൻതാര. പക്ഷേ ഇപ്പോൾ ക്യൂൻ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന മറ്റൊരു താരറാണി നയൻസിനെ കടത്തിവെട്ടിയിരിക്കുകയാണ്. 10 കോടിയാണ് നയൻതാര പ്രതിഫലം വാങ്ങുന്നതെങ്കിൽ 12 കോടി രൂപ പ്രതിഫലം വാങ്ങുന്നത് മറ്റാരുമല്ല, തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ഇതേ കനിയായ തൃഷയാണ്. കമലഹാസനും രജനീകാന്തും ഒന്നിച്ചെത്തുന്നു. നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ 12 കോടിയാണ് തൃഷയ്ക്ക് പ്രതിഫലം ഓഫർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും രസാവഹം, വിജയുടെ രാഷ്ട്രീയ എതിരാളിയും പ്രതിപക്ഷ നേതാവുമായ ഉദയനിധി സ്റ്റാലിനാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളെന്നതാണ്. ന്യൂസ് ഇൻ ഡെപ്ത് ഇന്ന് പരിശോധിക്കുന്നു: തൃഷ രണ്ടാം ജയലളിതയാവുമോ? എല്ലാ വിമർശനങ്ങളെയും കാറ്റിൽ പറത്തി വിജയ് അധികാരമേറ്റതോടെ തൃഷയും ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ്. കാരണം വിജയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ അത്രയേറെ അപമാനങ്ങളാണ് തൃഷയും സഹിച്ചത്. 2026 ഫെബ്രുവരിയിൽ വിജയുടെ ഭാര്യ സംഗീത വിവാഹമോചന ഹർജി നൽകിയതും അതിൽ വിജയ്ക്ക് ഒരു നടിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പരാമർശിച്ചതും തൃഷയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വില കൊടുക്കുന്ന തമിഴ്നാട്ടിൽ ഈ വിവാഹമോചനം വിജയെ ബാധിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ കഴിയാത്ത വിജയ് എങ്ങനെ ഒരു നാട് സംരക്ഷിക്കുമെന്ന് DMK അടക്കമുള്ള പാർട്ടികൾ ആരോപണം ഉയർത്തിയെങ്കിലും എല്ലാവരെയും ഞെട്ടിച്ച് വിജയ് ജയിച്ചു കയറി. തുടർന്ന് തമിഴക വെട്രിക്കഴകം നേതാവായ വിജയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃഷ പങ്കെടുത്തതും വലിയ മാധ്യമ ശ്രദ്ധ നേടി. വിജയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ അമ്മ ഉമാകൃഷ്ണന്റെ ഒപ്പമാണ് തൃഷ ഇരുന്നതും. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പോടെ വിജയുടെ പാർട്ടിയിലൂടെ തൃഷ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന ശക്തമായ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വിജയ് ഒഴിഞ്ഞു നൽകിയ ട്രിച്ചി സീരിയൽ തൃഷ മത്സരിക്കുമെന്നതും ഊഹാപോഹങ്ങളുടെ പട്ടികയിലുണ്ട്. അതോടെ മറ്റൊരു ജയലളിതയുടെ ആരോഹണമാണോ തമിഴകം സാക്ഷ്യം വഹിക്കുക എന്ന ചോദ്യവും ഉയരുന്നു. ഇന്ത്യൻ സിനിമാ ലോകത്തെ സൗത്ത് ക്വീൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നടി തൃഷ 1983 മെയ് 4 ചെന്നൈയിൽ ഒരു തമിഴ് അയ്യർ കുടുംബത്തിലാണ് ജനിച്ചത്. കൃഷ്ണൻ, ഉമാകൃഷ്ണൻ എന്നിവരുടെ ഏക മകളാണ്. കൃഷ്ണൻ പ്രമുഖ ഹോട്ടൽ ശൃംഖലയിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ഉമാകൃഷ്ണൻ വീട്ടമ്മയുമായിരുന്നു. പിന്നീട് തൃഷയുടെ മാനേജറായി അമ്മയൊപ്പം നിന്നു. കമൽഹാസൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഉമയ്ക്ക് സിനിമകളിൽ വേഷങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും മകളുടെ കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർ അത് നിരസിക്കുകയായിരുന്നു. ഒരു അപ്പർ മിഡിൽ ക്ലാസ് കുടുംബമായിരുന്നു അവരുടേത്. സിനിമയിൽ വരുന്നതിന് മുൻപ് തന്നെ അവർക്ക് സുരക്ഷിതവും ആഡംബരപൂർണ്ണവുമായ ജീവിത സാഹചര്യങ്ങളുണ്ടായിരുന്നു. ചെന്നൈയിലെ പ്രശസ്തമായ സേക്രഡ് ഹാർട്ട് മെട്രിക്കുലേഷൻ സ്കൂളിലായിരുന്നു തൃഷയുടെ വിദ്യാഭ്യാസം. ചെന്നൈ എതിരാജ് കോളേജിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം നേടി. പഠനകാലത്ത് തന്നെ മോഡലിംഗിൽ താല്പര്യം കാണിച്ച തൃഷ 1999 മിസ് ചെന്നൈ കിരീടം ചൂടിയതോടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. നമ്മുടെ പ്രിയദർശനാണ് തൃഷയെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. 1999 ജോഡി എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ട് തുടക്കം കുറിച്ചു. 2002 പ്രിയദർശൻ സംവിധാനം ചെയ്ത മൗനം പേസിയതേ എന്ന ചിത്രത്തിലൂടെ നായികയെ അരങ്ങേറി. പക്ഷേ തൃഷയുടെ കരിയർ ഉയരാൻ തുടങ്ങിയത് വിജയ്ക്കൊപ്പം വേഷമിട്ടപ്പോഴാണ്. 2023 വിക്രമിൻ്റെ നായികയായി അഭിനയിച്ച സാമി എന്ന തമിഴ് ചിത്രം തൃഷയെ മുൻനിര നായികമാരുടെ നിരയിലേക്ക് ഉയർത്തി. 2004 പ്രവാസിനൊപ്പം അഭിനയിച്ച തെലുങ്ക് സിനിമ തൃഷയ്ക്ക് വലിയ ജനപ്രീതി നേടിക്കൊടുത്തു. 2004 വിജയ്ക്കൊപ്പം അഭിനയിച്ച ഗില്ലി എന്ന ചിത്രം തൃഷയെ തെന്നിന്ത്യയിലെ സൂപ്രതാര പദവിയിലേക്ക് ഉയർത്തി. വിണ്ണൈ താണ്ടി വരുവായ എന്ന ഗൗതം മേനോൻ ചിത്രത്തിലെ ജെസ്സി എന്ന കഥാപാത്രം തൃഷയുടെ കരിയറിലെ ഏറ്റവും മികച്ചതാണ്. 2018 96 എന്ന ചിത്രത്തിൽ വിജയ് സേതുപതിയോടൊപ്പം വേഷമിട്ട ജാനു എന്ന കഥാപാത്രം തൃഷയുടെ കരിയറിലെ ഏറ്റവും വലിയ രണ്ടാം വരവിനും പൊന്നിൻ സെൽവൻ എന്ന മണിരത്നം ചിത്രത്തിൽ കുന്തവൈ രാജകുമാരിയായി തൃഷ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു. ഗില്ലി, തിരുപ്പാച്ചി, ആദി, കുരുവി എന്നീ ചിത്രങ്ങളിലെ വിജയ് തൃഷ ജോഡികളുടെ കെമിസ്ട്രി വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു. ഇതോടെ ഇരുവരും പ്രണയത്തിലാണെന്ന വാർത്തകൾ സജീവമായി. ഈ ഗോസിപ്പുകൾ ശക്തമായതിനെ തുടർന്ന് വിജയുടെ കുടുംബത്തിന്റെ ഇടപെടലുകൾ കാരണം ഇരുവരും 15 വർഷത്തോളം ഒരുമിച്ച് അഭിനയിച്ചില്ല. 2003 ലോകേഷ് കനകരാജ് ചിത്രം ലിയോയിലൂടെ ഈ ജോഡി വീണ്ടും ഒന്നിച്ചപ്പോൾ അതും ഹിറ്റായി. പക്ഷേ അതോടെ തൃഷ വിവാദ നായികയായി. വിജയ് തൃഷ ബന്ധം വീണ്ടും ചർച്ചയായി. ലളിതമായും സ്വാഭാവികമായും കഥാപാത്രങ്ങളെ സ്ക്രീനിൽ എത്തിക്കാൻ തൃഷയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. നാടകീയതയില്ലാത്ത അഭിനയ ശൈലിയാണ് അവരുടേത്. ഡയലോഗുകളെക്കാൾ തൃഷയുടെ കണ്ണുകളാണ് പലപ്പോഴും വികാരങ്ങൾ പ്രകടിപ്പിക്കാറുള്ളത്. 96 ജാനുവും വിണ്ണൈ താണ്ടി വരുവായിലെ ജെസ്സിയും ഇതിനുദാഹരണങ്ങളാണ്. ഗ്ലാമർ വേഷങ്ങളായാലും രാജകീയ വേഷങ്ങളായാലും അതീവ മനോഹരമായും പ്രൗഢിയോടെയും കൈകാര്യം ചെയ്യാനും അവർക്ക് സാധിക്കുന്നു. ഒരേ സമയം കൊമേഴ്സ്യൽ ചിത്രങ്ങളിലെ നായികയും അതേസമയം തന്നെ അഭിനന്ദനും ഹേ ജൂഡ് പോലുള്ള പെർഫോമൻസ് ഓറിയന്റഡ് ചിത്രങ്ങളിലും ഒരുപോലെ തിളങ്ങാൻ തൃഷയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അവർക്ക് സൗത്ത് ഇന്ത്യയിലെ താരറാണി എന്ന പേര് ചാർത്തി കൊടുത്തത്. പക്ഷേ കരിയറിൻ്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും അവരുടെ സ്വകാര്യ ജീവിതം വിവാദമായിക്കൊണ്ടിരുന്നു. തെലുങ്ക് താരം റാണ ദഗപതിയും തൃഷയും തമ്മിലുള്ള ബന്ധം തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഏറെക്കാലം ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു.
പ്രണയത്തിലാകുന്നതിന് മുൻപ് തന്നെ ഇരുവരും ഏകദേശം 10 വർഷത്തോളം അടുത്ത സുഹൃത്തുക്കളായിരുന്നു. വളരെ കാലം ഇരുവരും തങ്ങളുടെ ബന്ധം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിഷേധിച്ചിരുന്നുവെങ്കിലും പൊതുവേദികളിലെയും അവാർഡ് നിശകളിലെയും ഒരുമിച്ചുള്ള സാന്നിധ്യം ഇവർ പ്രണയത്തിലാണെന്ന വാർത്തകൾക്ക് അടിവരയിട്ടു. വർഷങ്ങളോളം ഗോസിപ്പുകളുമായി തുടർന്ന ഈ ബന്ധം കോഫി വിത്ത് കരൺ എന്ന പ്രശസ്തമായ ടെലിവിഷൻ ചാറ്റ് ഷോയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് റാണ ദഗ്ബതി പരസ്യമായി സമ്മതിച്ചത്. താനും തൃഷയും ദീർഘകാലം സുഹൃത്തുക്കളായിരുന്നുവെന്നും ഇടയ്ക്ക് കുറച്ചു കാലം ഡേറ്റ് ചെയ്തിരുന്നുവെന്നും റാണ വെളിപ്പെടുത്തി. റാണിയോ തൃഷയോ വേർപിരിയലിന്റെ കൃത്യമായ കാരണം ഇതുവരെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ചില സാഹചര്യങ്ങൾ തങ്ങൾക്കിടയിൽ ഉണ്ടായെന്നാണ് റാണ ദഗ്ബതി അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. പ്രണയത്തെക്കാൾ തങ്ങൾക്ക് നല്ലത് സൗഹൃദമാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് വേർപിരിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. തെലുങ്ക് സിനിമയിലെ ഏറ്റവും സ്വാധീനമുള്ള സിനിമാ കുടുംബങ്ങളിൽ ഒന്നാണ് റാണയുടേത്. ഒരു നടി തങ്ങളുടെ കുടുംബത്തിലെ മരുമകളായി വരുന്നതിനോട് റാണയുടെ കുടുംബത്തിന് താല്പര്യമില്ലായിരുന്നുവെന്നും ഇതാണ് വേർപിരിയലിലേക്ക് നയിച്ചതെന്നും ശക്തമായ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. റാണയ്ക്ക് ബോളിവുഡ് നടി ബിപാഷ ബസു, കന്നഡ നടി രാഗിണി ദ്വിവേദി എന്നിവരുൾപ്പെടെയുള്ള മറ്റു ചില നടിമാരുമായി ഉണ്ടായ സൗഹൃദങ്ങളും ലിങ്കപ്പുകളും തൃഷയുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തിയതായി തമിഴ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രണയം തകർന്നുവെങ്കിലും തങ്ങൾക്കിടയിലെ സൗഹൃദത്തിന് കോട്ടം തട്ടിയിട്ടില്ലെന്ന് ഇരുവരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും പരസ്പരം ബഹുമാനിക്കുന്ന നല്ല സുഹൃത്തുക്കളായി ഇവർ തുടരുന്നു. പിന്നീട് 2020 ഓഗസ്റ്റിൽ റാണ ദഗ്ബതി തന്റെ കാമുകിയും ഇന്റീരിയർ ഡിസൈനറുമായ മിഹിക ബജാജിനെ വിവാഹം കഴിച്ചു. 2015 വ്യവസായിയായ വരുൺ മണിയനുമായി തൃഷയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. എന്നാൽ വിവാഹശേഷം അഭിനയം നിർത്തണമെന്ന ആവശ്യത്തെ തുടർന്ന് തൃഷ ഈ ബന്ധം വേണ്ടെന്ന് വെച്ചു. ചെന്നൈയിലെ റേഡിയൻസ് ഗ്രൂപ്പ് എന്ന പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഉടമയും സിനിമാ നിർമ്മാതാവുമായ വരുൺ മണിയനുമായി തൃഷ പ്രണയത്തിലായിരുന്നുവെന്നാണ് പറയുന്നത്. 2015 ജനുവരി 23 ചെന്നൈയിൽ വെച്ച് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ഇരുവരുടെയും വിവാഹ നിശ്ചയം വളരെ ആഡംബരമായി തന്നെ നടന്നു. വരുൺ മണിയന്റെ കുടുംബം തമിഴ്നാട്ടിലെ വളരെ യാഥാസ്ഥിതികവും സ്വാധീനമുള്ളതുമായ ഒരു ബിസിനസ് കുടുംബമായിരുന്നു. വിവാഹശേഷം തൃഷ സിനിമ പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്നും വരുണിന്റെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു. എന്നാൽ കരിയറിന്റെ ഉച്ചസ്ഥായിയിൽ നിന്നിരുന്ന തൃഷ അഭിനയം ഉപേക്ഷിക്കാൻ തയ്യാറല്ലായിരുന്നു. തൃഷയുടെ അമ്മ ഉമാകൃഷ്ണനും വരുൺ മണിയന്റെ കുടുംബവും തമ്മിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇത് ഇരു കുടുംബങ്ങളും തമ്മിലുള്ള അകലം വർദ്ധിപ്പിച്ചു. വിവാഹ നിശ്ചയ ചടങ്ങിലേക്ക് തൃഷയുടെ അടുത്ത സുഹൃത്തായ നടൻ ധനുഷിനെ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് വരുൺ മണിയൻ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. വരുണും ധനുഷും തമ്മിൽ നേരത്തെ ചില ബിസിനസ് വ്യക്തിപരമായ തർക്കങ്ങൾ നിലനിന്നിരുന്നു. തൃഷയുടെ നിർബന്ധപ്രകാരം ധനുഷ് ചടങ്ങിൽ പങ്കെടുത്തത് വരുണിനെയും കുടുംബത്തെയും ചോടിപ്പിച്ചു. വിവാഹ നിശ്ചയത്തിന് തൊട്ടു പിന്നാലെ കമൽഹാസൻ ചിത്രമായ തൂങ്കാവനം എന്ന സിനിമയിൽ അഭിനയിക്കാൻ തൃഷ കരാർ ഒപ്പിട്ടു. വിവാഹ തീയതി നിശ്ചയിക്കുന്നതിന് മുൻപ് പുതിയ സിനിമകൾ ചെയ്യരുതെന്ന വരുണിന്റെ കുടുംബത്തിന്റെ നിർദ്ദേശം തൃഷ തള്ളിക്കളഞ്ഞതോടെയാണ് ബന്ധം പൂർണ്ണമായി തകർന്നത്. 2015 മെയ് മാസത്തോടെ തൃഷ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് വരുൺ മണിയൊപ്പമുള്ള ചിത്രങ്ങൾ നീക്കം ചെയ്യുകയും താൻ സിംഗിളാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് ഒരു അഭിമുഖത്തിൽ തെറ്റായ ഒരു വ്യക്തിക്കൊപ്പം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് വിവാഹം കഴിക്കാതെ ജീവിക്കുന്നതാണെന്ന് തൃഷ വ്യക്തമാക്കുകയുണ്ടായി. കരിയറിന് മുൻഗണന നൽകിക്കൊണ്ട് തൃഷയെടുത്ത ഈ തീരുമാനം വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ടു. സുജി ലിക്സ് വിവാദവും തമിഴ് സിനിമാ ലോകത്തെ ഒന്നാകെ പിടിച്ചുലച്ചതായിരുന്നു. പ്രശസ്ത ഗായികയും റേഡിയോ ജോക്കിയുമായ സുചിത്ര രാമദുരൈയുടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് തെന്നിന്ത്യൻ താരങ്ങളുടെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നത്. ഇതിൽ പ്രധാന ഇരകളിൽ ഒരാളായിരുന്നു നടി തൃഷ. 2017 സുചിത്രയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് ധനുഷ്, അനിരുദ്ധ്, തൃഷ, റാണ ദഗ്ബതി, ആൻഡ്രിയ തുടങ്ങിയ പ്രമുഖ താരങ്ങളുടെ പാർട്ടികളിൽ നിന്നുള്ള ചിത്രങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയത്. നടൻ റാണ ദഗ്ബതി തൃഷയെ ചുംബിക്കുന്ന ചിത്രവും ധനുഷിനൊപ്പമുള്ള ചില സ്വകാര്യ ചിത്രങ്ങളുമാണ് തൃഷയുടേതായി അന്ന് പ്രചരിച്ചത്. കോളിവുഡിലെ പ്രമുഖ താരങ്ങൾ മയക്കുമരുന്നിനും ലൈംഗിക ചൂഷണങ്ങൾക്കും ഒത്താശ ചെയ്യുന്നുവെന്ന ഗുരുതരമായ ആരോപണങ്ങളും ഈ അക്കൗണ്ടിലൂടെ ഉന്നയിക്കപ്പെട്ടു. സംഭവം വലിയ വിവാദമായതോടെ സുചിത്രയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്ന് അവരുടെ ഭർത്താവ് കാർത്തിക് കുമാർ അറിയിച്ചു. സുചിത്ര കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ആ ചിത്രങ്ങൾ അവർ പോസ്റ്റ് ചെയ്തതല്ലെന്നും കുടുംബം വ്യക്തമാക്കി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം നൽകിയ അഭിമുഖങ്ങളിൽ താൻ ആ ചിത്രങ്ങൾ ലീക്ക് ചെയ്തിട്ടില്ലെന്നും ധനുഷും അനിരുദ്ധും തൃഷയും ചേർന്ന് തന്നെ തകർക്കാൻ വേണ്ടി ഒപ്പിച്ച പണിയായിരുന്നു അതെന്നും സുചിത്ര ആരോപിച്ചിരുന്നു. 2017 സുജി ലിക്സിന് ശേഷവും തൃഷയും സുചിത്രയും തമ്മിലുള്ള ശത്രുത അവസാനിച്ചിട്ടില്ല. അടുത്തിടെയായി സുചിത്ര തൃഷയ്ക്കെതിരെ വീണ്ടും അതീവ ഗുരുതരമായ വ്യക്തിപരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ തൃഷ പങ്കെടുത്തതിനെ സുചിത്ര രൂക്ഷമായി വിമർശിച്ചിരുന്നു. വിജയ് തന്റെ മാതാപിതാക്കളിൽ നിന്നും ഭാര്യ സംഗീതയിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ജീവിക്കുന്നതെന്നും ഈ സാഹചര്യം മുതലെടുത്ത് വിജയുടെ ജീവിതത്തിലേക്ക് കയറിക്കൂടിയ ഇത്തിൽക്കണ്ണിയാണ് തൃഷയെന്നുമായിരുന്നു സുചിത്രയുടെ ആരോപണം. വിജയുടെ ഭാര്യ സംഗീത വിവാഹമോചനത്തിന് ഹർജി നൽകിയതിന് പിന്നിൽ തൃഷയാണെന്നും വിജയെ തൃഷ തന്റെ സ്വാധീന വലയത്തിലാക്കിയിരിക്കുകയാണെന്നും സുചിത്ര പരസ്യമായി തന്നെ പറഞ്ഞു. തൃഷ ഒരു ബൈസെക്ഷൽ ആണെന്നും തമിഴകത്തെ ഒരു പ്രമുഖ മുതിർന്ന നടിയുമായി തൃഷയ്ക്ക് രഹസ്യബന്ധമുണ്ടെന്നുമുള്ള തികച്ചും വ്യക്തിപരമായ ആരോപണങ്ങൾ സുചിത്ര ഉന്നയിച്ചു. തായ്ലൻഡിൽ വെച്ച് ഇരുവരും വിവാഹത്തിന് സമാനമായ ചടങ്ങുകൾ നടത്തിയതായും സുചിത്ര മാധ്യമങ്ങളോട് പറയുകയുണ്ടായി.
സുചിത്രയുടെ ഈ ആരോപണങ്ങളോട് തൃഷ നേരിട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ അടുത്തിടെ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ സ്നേഹം എപ്പോഴും ഉച്ചത്തിലുള്ളതാണ് എന്ന ഒരു കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് വിമർശകരുടെ വായടപ്പിക്കാൻ തൃഷ ശ്രമിച്ചിരുന്നു. കൂടാതെ സുചിത്ര ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള തരംതാണ ശ്രമങ്ങൾ മാത്രമാണെന്നായിരുന്നു തൃഷയുടെ ആരാധകരും സിനിമാ ലോകവും വിലയിരുത്തുന്നത്. നടൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും തമിഴ്നാട് രാഷ്ട്രീയത്തിലെ സമീപകാല മാറ്റങ്ങളും മുൻനിർത്തി സോഷ്യൽ മീഡിയയിൽ വിജയ് തൃഷ കൂട്ടുകെട്ടിനെ MGR ജയലളിത കോംബോയുമായി താരതമ്യം ചെയ്ത് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. MGRന്റെ പേരിൽ ഏറെ പരിഹസിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു ജയലളിത. വിവാഹിതനായ MGRും ജയയുമായിട്ടുള്ള ബന്ധം ഇരുവർ സിനിമയിലടക്കം വന്നതാണ്. MGR ജയയെ പ്രചാരണ വിഭാഗം സെക്രട്ടറിയായി വെച്ചപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്നാണ് ഏറ്റവും വലിയ എതിർപ്പ് വന്നത്. MGRന്റെ വെപ്പാട്ടി എന്ന നിലയിൽ പോലും അവർ പരിഹസിക്കപ്പെട്ടു. MGR മരിച്ചപ്പോൾ ആ ശവഘോഷയാത്രയിൽ നിന്ന് പോലും അവർ ആട്ടിയിറക്കപ്പെട്ടു. പക്ഷേ ജയലളിത പിന്നീട് തമിഴകത്തിൻ്റെ അമ്മയായി. വിമർശകരുടെ എല്ലാം വാ മൂടിക്കെട്ടി. തൃശയെ രണ്ടാം ജയലളിത എന്ന് ചില ആരാധകർ വിശേഷിപ്പിക്കുന്നതിന് പിന്നിലും സിനിമയും വ്യക്തിജീവിതവും രാഷ്ട്രീയവും കലർന്ന ചില സമാനതകളുണ്ട്. തമിഴ് സിനിമാ ചരിത്രത്തിൽ MGR ജയലളിത കൂട്ടുകെട്ട് എത്രത്തോളം ജനപ്രിയമായിരുന്നോ അതുപോലെ സമകാലിക സിനിമയിലെ ഏറ്റവും വലിയ വിജയ കൂട്ടുകെട്ടാണ് വിജയും തൃശയും. വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് സജീവമായതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്രയിൽ തൃഷയ്ക്കും പങ്കുണ്ടാകുമെന്ന് ആരാധകർ കരുതുന്നു. തൃഷയും ജയലളിതയും ചെന്നൈയിലെ ഒരേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചതും. രണ്ടുപേരും തമിഴ് കൂടാതെ മറ്റിതര ഭാഷകളിലും തിളങ്ങിയ മുൻനിര നായികമാരാണ്. കൂടാതെ പൊന്നിയിൻ സെൽവൻ സിനിമയിലെ കുന്തവൈ രാജകുമാരിയെ അവതരിപ്പിക്കാൻ തനിക്ക് പ്രചോദനമായത് ജയലളിതയുടെ വ്യക്തിത്വമാണെന്ന് തൃഷ വെളിപ്പെടുത്തിയിരുന്നു. ജയലളിതയുടെ ബയോപിക്കിൽ അഭിനയിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും തൃഷ പലതവണ പറഞ്ഞിട്ടുണ്ട്. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും മറ്റും തൃഷയുടെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടതോടെ വിജയ്ക്ക് ശേഷം തൃഷ തമിഴ് രാഷ്ട്രീയത്തിലെ ശക്തിയായ വനിതാ നേതാവായി മാറുമോ എന്ന തരത്തിലുള്ള വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്നുണ്ട്. ഇനി ആരാധകർ കാത്തു നിൽക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിജയ് തൃഷ വിവാഹം. രണ്ട്, തൃഷയുടെ രാഷ്ട്രീയ പ്രവേശനം. രണ്ടിടത്ത് മത്സരിച്ച് ജയിച്ച വിജയ് ഒഴിഞ്ഞു നൽകിയ ട്രിച്ചി സീറ്റിൽ തൃഷ മത്സരിക്കുമെന്നത് ഊഹാപോഹങ്ങളുടെ പട്ടികയിലുള്ള കാര്യമാണ്. പക്ഷേ തനിക്ക് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യമില്ലെന്നും ഒരു നടിയായി തുടരാനാണ് ആഗ്രഹമെന്നും തൃഷ മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലവർ ഉറച്ചു നിൽക്കുമോ എന്ന് കണ്ടറിയണം.